ധാരാളം ബാംബൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ ബാംബുവാണ്, പിന്നെ വലിയ ബാംബൂസ് അല്ല കാണുന്നത്. നമസ്കാരം, നമ്മൾ കൂർഗ് യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ താമസിച്ചിരുന്നത് പിന്നെ കുശാൽ നഗറിൽ തന്നെയാണ്. നമ്മൾ നാഗർഹോളയൊക്കെ കണ്ട് നാഗർഹോളയിൽ പോയി തിരിച്ചു വന്നു. ഈവനിങ് ആകുമ്പോഴേക്കും നമ്മൾ കുശാൽ നഗറിലേക്ക് തന്നെ എത്തി. അങ്ങനെ കുശാൽ നഗറിൽ തന്നെയായിരുന്നു ഇന്നലെയും താമസിച്ചത്. അപ്പോൾ ഇന്ന് ഞങ്ങളിപ്പോൾ രാവിലെ പുറപ്പെട്ടു, ഓൺ ദ വേ ആണ്. പിന്നെ രാവിലെ ആദ്യം കാണാൻ പോകുന്നത് ദുബാരെ എലിഫന്റ് ക്യാമ്പാണ്. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ്. എങ്ങനെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? നല്ല ഫുഡാ? പൂരിഭാജി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ, പൂരിഭാജിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇവിടുത്തെ ഫുഡ് അത്യാവശ്യം തരക്കേടില്ലാത്ത ഫുഡായിട്ട് തോന്നി. പിന്നെ എല്ലാ ഹോട്ടലിലും അല്ല, ചില ഹോട്ടലിൽ നല്ല ഫുഡാണ്, ചിലയിൽ കുറച്ച് മോശം ഫുഡായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും, ആ ഒരു ടേസ്റ്റ് അല്ല. പക്ഷെ നമുക്ക് ഇന്നൊരു പിന്നെ മലയാളി ടൈപ്പിലെ ഫുഡ് തന്നെ കിട്ടി അല്ലേ? ഓക്കെ, പിന്നെ അപ്പോൾ നമ്മളിനി നേരെ എലിഫന്റ് ക്യാമ്പിലേക്ക് ഇവിടുന്ന് 16 കിലോമീറ്റർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഏകദേശം ഒരു 10-25 മിനിറ്റിൽ കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിന്ന് നമുക്കൊരു ഡൈവേർഷൻ എടുക്കണം. ഇവിടെ നിന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് പോകേണ്ടത് നമുക്കിവിടെ ബോർഡും കാര്യങ്ങളെല്ലാം കാണാം. ദുബാരെ എലിഫന്റ് ക്യാമ്പിലേക്കുള്ള റൂട്ടൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടെ എത്തിയാൽ മനസ്സിലാവും. ഇവിടെ ഒരു കവാടം ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഇവിടെ ബോർഡും കാണാവുന്നതാണ്. അങ്ങനെ നമ്മളിപ്പോൾ ദുബാരെ എലിഫന്റ് ക്യാമ്പിലേക്ക് അതിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഇവിടുന്നാണ് പിന്നെ അങ്ങോട്ടേക്ക് പോവേണ്ടത്. ഇവിടുന്ന് ആക്ച്വലി ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് പിന്നെ എലിഫന്റ് ക്യാമ്പിലേക്ക് പോകേണ്ടത്. കണ്ടില്ലേ, ഇവിടുന്ന് ഒരു ബോട്ട് സർവീസാണ് അങ്ങോട്ടേക്കുള്ളത്. ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് എലിഫന്റ് ക്യാമ്പിലേക്ക് പോവാം. മാസ്കൊക്കെ മസ്റ്റായിട്ട് ഇടണമെന്ന് ബോർഡിൽ കാണിച്ചിട്ടുണ്ട്. ₹80 ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് പെർ ഹെഡ്. അപ്പം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ക്യൂ നിൽക്കുവാണ്.
സിഗരറ്റ് കൊടുക്കും. നമ്മൾ ചെറിയൊരു ബോട്ടിംഗ് സർവീസൊക്കെ കഴിഞ്ഞിട്ട് ദുബായ് എലിഫന്റ് ക്യാമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ലൊരു അടിപൊളി വൈബാണ് ഇവിടെ എന്തായാലും. പിന്നില്ലേ ഒരു ചെറിയ കുട്ടിയാനെ കുളിക്കുന്നുണ്ട് അവിടെ, ചെറിയ കുഞ്ഞിന്. പോ നമുക്ക് ഇവിടുന്ന് പിന്നെ മുകളിലോട്ട് നടന്ന് പോകാനുണ്ട്. എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് അറിയില്ല. കുട്ടിയാനെ കണ്ടില്ല നിങ്ങൾ? ഭയങ്കര കൗതുകമായിട്ട് തോന്നി. നല്ല ട്രെയിൻഡായ കുട്ടിയാനാണ്, പറഞ്ഞതൊക്കെ അനുസരിക്കുന്ന നല്ലൊരു കുട്ടിയാനാണ്. നമുക്ക് ഇങ്ങനെ ലെഫ്റ്റ് വഴിയാണ് പോകേണ്ടത്. ഇതിനകത്ത് വേറെ എന്തൊക്കെയാണ് കാഴ്ചകൾ എന്നറിയില്ല. നമുക്ക് നോക്കാം എന്തൊക്കെയല്ലോ നോക്കാം. ധാരാളം ബാംബൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ പാമ്പുമാണ്, പിന്നെ വലിയ ബാംബൂസ് അല്ല കാണുന്നത്. ആന കരയുന്ന സൗണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്, കണ്ടില്ല? ടച്ച് ചെയ്യണ്ട. ഒന്നുകൂടി ജल्दी What they are doing? Training. Exercise. Training. കുളിച്ച ആനയും കുളിപ്പിക്കാത്ത ആനയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. കളറിൽ വല്ലാണ്ട് ഡിഫറൻസ് ഉണ്ട്.
നമ്മൾ ഗോപ്രോ അകത്തേക്ക് കയറ്റുന്നതിന് ഒരു 300 രൂപയാണ് ചാർജ് പറഞ്ഞത്. മൊബൈൽ എടുത്ത് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചാർജ് ഇല്ല, പക്ഷെ നമ്മൾ ക്യാമറ അകത്തേക്ക് കയറ്റുന്നുണ്ടെങ്കിൽ 300 രൂപ ചാർജ് ഉണ്ട്. കുശാൽ നഗറിൽ വരുന്ന ആളുകൾ അല്ലെങ്കിൽ കൂർഗ് ട്രിപ്പ് നടത്തുന്ന ആളുകൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ദുബാരെ എലിഫൻറ്റ് ക്യാമ്പ്. നല്ല കാഴ്ചകളാണ് ഇവിടെ വന്നാൽ. നിങ്ങൾക്ക് ശരിക്കും ആനകളെ അടുത്ത് പരിചയപ്പെടാം, അതേപോലെ തന്നെ എൻജോയ് ചെയ്യാം. ഇപ്പോൾ കൊറോണ സീസൺ ആയതുകൊണ്ട് തന്നെ ഇൻ്ററാക്റ്റീവ് സെക്ഷനൊക്കെ കുറച്ച് കുറവാണ്, എന്നാലും നിങ്ങൾക്ക് നേരിട്ട് വളരെ അടുത്ത് കണ്ട് പരിചയപ്പെടാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം വരുന്ന ആളുകൾ തീർച്ചയായിട്ടും ദുബാരെ എലിഫൻറ്റ് ക്യാമ്പ് കൂടി സന്ദർശിക്കുക. പിന്നെ നല്ലൊരു ബോട്ടിംഗ് എക്സ്പീരിയൻസ് ഇവിടുന്ന് കിട്ടും. അതുപോലെ തന്നെ റാഫ്റ്റിംഗ് ഒക്കെ ഇവിടെ ഉണ്ട്. അത് ഇപ്പോൾ ഓപ്പൺ ഉണ്ടോയെന്ന് അറിയില്ല, ഞങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത ബോട്ട് വീണ്ടും ഇക്കരയ്ക്ക് ആളെയും കൊണ്ട് വന്നിരിക്കുകയാണ്. ഇനി ഇതേ ബോട്ടിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് തിരിച്ചു പോവുക. ചെറിയൊരു ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇക്കരയ്ക്ക് എത്തി. അക്കരയാണ് എലിഫൻറ്റ് ക്യാമ്പ്. പിന്നെ ഇവിടെ നമുക്ക് മറ്റൊരു അട്രാക്റ്റീവായ കാഴ്ച കാണാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 2 കുതിരകളുണ്ട്. കുതിരകളെ നമുക്ക് കാണാം. ആക്ച്വലി വാട്ടർ റാഫ്റ്റിംഗ് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, പക്ഷേ പിന്നെ അതിപ്പോൾ കൊറോണ സീസൺ ആയതുകൊണ്ട് ഇല്ല എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ വാട്ടർ റാഫ്റ്റിംഗ് കൂടെ ചെയ്യാമെന്നുണ്ട് വിചാരിച്ചിരുന്നു. അപ്പോൾ എന്തായാലും എലിഫൻറ്റ് ക്യാമ്പിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മടങ്ങുകയാണ്. അഭി അടിപൊളിയല്ലേ? പിന്നല്ല, സെറ്റ് സ്ഥലമായിട്ട് ആരും മിസ് ചെയ്തിട്ട് ഇവിടെ വന്നാൽ. ശരിക്കും അതാണ്. പിന്നെ നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ കൂർഗ് ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പിന്നെ ദുബാരെ എലിഫൻറ്റ് ക്യാമ്പിൽ വരണം. വന്നിട്ട് കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ട് തന്നെ പോവുക. വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കേണ്ടതൊക്കെ സൗകര്യങ്ങളുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്റ്റോണും അതേപോലെ തന്നെ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. എന്തായാലും വീണ്ടും മറ്റൊരു ട്രാവൽ ബ്ലോഗുമായി കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക്